ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമായി തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ഒരുങ്ങി കൊല്ലം രൂപത. രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ നിർദ്ദേശപ്രകാരം ഈ ദിനങ്ങളിൽ, പ്രത്യേകിച്ച് ഫെബ്രുവരി 27-ാം തീയതി രൂപതയിലെ എല്ലാ ഇടവകകളിലും സന്യാസ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും കുരിശിന്റെ വഴി, കരുണക്കൊന്ത, ഉപവാസം തുടങ്ങിയവ നടത്തപ്പെടും. ഇതിന് മുന്നോടിയായി കുടുംബ കൂട്ടായ്മകളിൽ അഖണ്ഡ ജപമാല നടത്തിയതായി കൊല്ലം രൂപത ജനറൽ മിനിസ്ട്രി കോർഡിനേറ്റർ റെവറൽ ഫാദർ ജോസ് സെബാസ്റ്റ്യൻ ഷെക്കീന ന്യൂസിനോട് പങ്കുവച്ചു. ലോകം മുഴുവനുമുള്ള 130 കോടിയോളം സഭാവിശ്വാസികളും ലോകം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഫ്രാൻസിസ് പാപ്പയുടെ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിച്ച സമയം മുതൽ കൊല്ലം രൂപതയിൽ അഭിമന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം കുടുംബ യൂണിറ്റുകളിൽ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തിരുന്നു. ഈ വരുന്ന 27-ാം തീയതി എല്ലാ ഇടവകയിലും സ്ഥാപനങ്ങളിലും സന്യസ്ത ഭവനങ്ങളിലും ഫ്രാൻസിസ് പാപ്പയുടെ രോഗസൗഖ്യത്തിനു വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശു കാണിച്ചു തന്ന കരുതലിൻ്റെ സംസ്കാരം, പ്രപഞ്ചത്തെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന ആ കരുതലിൻ്റെ സംസ്കാരം കാണിച്ചു തന്നതാണ് ഫ്രാൻസിസ് പാപ്പ. ഞങ്ങളും ഈ അഖണ്ഡ ജപമാല അർപ്പിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള എല്ലാവരോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു.